സ്റ്റാൻഡ് കോസ്റ്റു ഇതുവരെ ഇട്ട് കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇനി മുടി കെട്ടണം നമുക്ക്. പൂവിന് മുടി കെട്ടാലേ. ഞാൻ ഇവിടുന്ന് ഒരു ബണ്ണെടുത്തുണ്ട്. അങ്ങനത്തെ ഒരു പിങ്ക് ഷെയ്ഡുള്ള ബണ്ണാണ്. നമുക്ക് ആ ബണ്ണ നയനും കൂടി എടുത്ത് തരാം കേട്ടോ. വാ ഗൈസ്, നമ്മൾ 2 ബണ്ണെടുത്തുണ്ട്. അതിന് കൊടുക്കണം. അതിന് ഇത് ചെയ്തിക്കോ. ഇതാ ബണ്ണ്. ഇതാ അല്ല ഏതാനും ചെയ്തു. അപ്പോൾ നമുക്ക് ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം. അപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ വലിയൊന്നുമില്ല, ഒരു ചെറിയ ഗെറ്റ് റെഡി വിത്ത് മീ. ഗെറ്റ് റെഡി വിത്ത് മീക്ക് നമുക്ക് സാധനങ്ങളൊക്കെ എടുത്തേക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഫസ്റ്റ് ഞാൻ സാധനങ്ങളൊക്കെ എടുക്കട്ടെ കേട്ടോ. പിന്നെ കാശ് എൻ്റെ ഫ്രണ്ട് തന്ന ഒരു അങ്ങനത്തെ ഒരു ഇതുണ്ട്. അത് ഞാൻ ഇങ്ങനെ മേക്കപ്പ് ചെയ്യുമ്പോൾ ഇതിക്ക് വീഴാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ റെഡി ആയിട്ട് കഴിഞ്ഞിട്ടുള്ള കുറച്ചുകൂടി ചെയ്യണം കേട്ടോ ആൾക്കാർ. അപ്പോൾ അവൾ ഇനി നമുക്ക് എന്തൊക്കെ ചെയ്താണ്ട് ഗായ്സ് എൻ്റെ പഫ് എവിടെ പോയി? പഫ് എടുത്തിട്ട് വരാം. ഗായ്സ് പഫ് എന്നാലും നാശിക്കിടും. മറ്റേ ഞാൻ ഇങ്ങനെ ഒരു കുഞ്ഞു കുട്ടി ചെയ്യുന്നത് അത് ഇവിടെ പറിച്ചെടുത്ത്. അത് ഞങ്ങൾ അമ്മമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ അപ്പോൾ ഗായ്സ് നമ്മൾ ചൂടുകുരിൻ്റെ പൗഡറാണ് കേട്ടോ. എനിക്ക് അപ്പോൾ ഗൈസ് നമ്മളത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചൂടുകുരിൻ്റെ ഒരു പൗഡറാണ്. പിന്നെ അമ്മ പെട്ടെന്ന് പോവുകയാണ് വൃത്തിയാണ്. പിന്നെ നമുക്ക് ഇതേറ്റൊന്ന് കണ്ണെഴുതാം. ഗൈസ് എനിക്ക് മറ്റേ അങ്ങനെ എഴുതുന്ന സ്റ്റിക്ക് ഉണ്ട്. ഇപ്പോൾ ഞാനത് ഉപയോഗിക്കുന്നില്ല. അമ്പലത്തിൽ പോകുമ്പോൾ ഇതന്നെ ആയിക്കോട്ടെ എന്ന് വെച്ച് ഈ പിരികെ എഴുതട്ടെ കേട്ടോ. ഗൈസ് അമ്മ എനിക്കൊന്നും എഴുതി തരാം, പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് എഴുതും. ഇപ്പം ഞാൻ ഒറ്റയ്ക്കാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ ഞാൻ പഫ് എടുത്തത് ഇനി ഇവിടെയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്യണം. പഫിനായിരുന്നു നശിപ്പിച്ച് ഇനി നേരെ വിളിക്കാം. ഫസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യട്ടെ കേട്ടോ. ഗൈസ് ഇനി ഇത് ചെയ്തു കേട്ടോ, എല്ലാം ചെയ്തു. ഞാൻ സ്പ്രേ തേക്കുന്നില്ല കേട്ടോ, അത് എടുത്തേക്കാണ്. അപ്പോൾ ഞാൻ ഗോപിയാണ് കേട്ടോ പൊട്ടിട്ടത്. ഗൈസ് ഇനി മുടി വെട്ടട്ടെ കേട്ടോ. പിന്നെ ഗൈസ് ഇങ്ങനത്തെ ഒരു ബീഡ് പോലത്തെ ഉള്ള എയർ ബാൻഡ് വെച്ചു. ഞാൻ പുറത്തൊരു പൗഞ്ച് കെട്ടി. പിന്നെ ഗൈസ് ഒരു മാലയാണ്, നമുക്ക് മാല ഇടാം കേട്ടോ. ഗൈസ് ഞാൻ വേറെ പൗഞ്ച് ഞാൻ കയ്യിലിട്ടും. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമന്റ്, ഷെയർ. ബൈ.